ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴങ്കഞ്ഞി ആൻഡ് പൊതിച്ചോറ്. എല്ലാവർക്കും ഒരുപാട് നൊസ്റ്റാൾജിയുള്ള രണ്ട് ഡിഷസാണ്. അപ്പോൾ പൊതിച്ചോറും പഴങ്കഞ്ഞിയും എന്തൊക്കെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് സെറ്റാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാബേജ് തോരനുള്ള അനിയൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് നാളികേരം, കുറച്ച് കറിവേപ്പില, ഇത്രയും. അതുപോലെ ഇവിടെ ഞാൻ പർപ്പിൾ ക്യാബേജ് എടുക്കുന്നത്. ഇത് സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ കളറൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാത്തത്. ഇനി ഓയിൽ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ ക്യാബേജ് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉലുവ പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്യണം. ഞാനത് മറന്നു പോയിട്ടുണ്ട്. ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഉണക്ക ചെമ്മീനൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. കോക്കനട്ട് ഓയിലിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നാളികേരം ചേർക്കാത്ത ചമ്മന്തിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായി റോസ്റ്റായി വരണം. ചെമ്മീൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ, ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 അല്ലി ചുവന്ന ഉള്ളി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുളകും അതുപോലെ തന്നെ ചെമ്മീനും ആഡ് ചെയ്യുക. ഇനി പുളി കുതിർത്തിയതാണ് ആഡ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി ഫൈനായിട്ടൊന്നും പേസ്റ്റായി പോകരുത്. നമുക്ക് ആ ചെമ്മീനും അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പൊതിച്ചോറും പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉണക്കമുളകൊക്കെ ക്യാബേജിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പച്ചമാങ്ങ വെച്ചിട്ടാണ്. പച്ചമാങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പൊതിച്ചോറിലേക്ക് ഇത് അത്ര നല്ല ഇതായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പൊതിച്ചോറിനെക്കാട്ടിയും ഇത് നന്നായിട്ടുണ്ടാവാം നമ്മുടെ പഴങ്കഞ്ഞീരെ കൂടെ കേട്ടോ. നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത ഉണക്കമുളകും അതുപോലെ ചെറിയുള്ളി, വേപ്പില കട്ട് ചെയ്തത്, ഇത്രയൊക്കെ തന്നെയായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തിന്നായിട്ടുള്ള ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് മറിച്ചിടുന്നില്ല, അതിന് പകരം മൂടി വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. തിന്നായതുകൊണ്ട് തന്നെ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഓംലേറ്റും റെഡിയായി. ഇനി ഇതിൽ ഹൈലൈറ്റ് ഈ ഉണക്കമീൻ കേട്ടോ. ഇത് ഉപ്പിടാത്ത ഉണക്കമീന, ചൂട ഉണക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്രഷ് ചെയ്ത ഉണക്കമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റാക്കാം. ആദ്യം തന്നെ ചോറിട്ട് കൊടുക്കാം. ഇല വാട്ടിയതിന് ശേഷം കേട്ടോ ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, വാട്ടിയ ഇലയിലിടുമ്പോൾ. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം തോരൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ തൃശ്ശൂർ ഇത് ഉപ്പേരിയ, ക്യാബേജ് ഉപ്പേരിയ. ഇത് തലേദിവസത്തെ മീൻ കറിയാണ്. ഞാൻ പഴങ്കഞ്ഞിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ അതും കൂടെ വെക്കുന്നുണ്ട്. ബാക്കി നമ്മളുണ്ടാക്കിയ പച്ചമാങ്ങ തൈരിലിട്ടതും അതുപോലെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, പിന്നെ ഞാനൊരു ചാള പൊതിച്ചോറിലേക്ക് വേണ്ടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ മസാല ആഡ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പൊതിച്ചോറ് നിറഞ്ഞു. ഇനി നമ്മൾ ഓംലേറ്റും കൂടെ വെച്ചിട്ട് പൊതി കെട്ടാം. ഇനി ഇതെല്ലാം നല്ല ചൂടോടെ വേണം കേട്ടോ പൊതിച്ചോറിൽ ആഡ് ചെയ്യാൻ. അപ്പോഴാണ് ഇതിങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ സ്റ്റീം കയറിയിട്ട് നല്ല ടേസ്റ്റിൽ അയലൊക്കെ വാടിയിട്ട് നന്നായിട്ടുണ്ടാവുക. എനിക്ക് ന്യൂസ് പേപ്പറില്ലാത്ത കാരണം ഞാൻ ഫോയിൽ വെച്ചിട്ട് പൊതിയണം കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. കാരണം എന്നാലാണ് ആ സ്റ്റീമൊക്കെ അടിച്ച് ഒന്ന് നന്നായിട്ടുണ്ടാവുക. ഇനി പഴങ്കഞ്ഞി. ഇത് ഞാൻ തലേദിവസം ചോറ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. മൺചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
നമ്മൾ സൺഡേ ഒക്കെ ഇതുപോലെ ഒരു ലഞ്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പഴങ്കഞ്ഞിയോ പൊതിച്ചോറോ അപ്പോൾ അതിന് വേണ്ട കോമ്പിനേഷൻസൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രസമായിരിക്കും നമ്മുടെ സൺഡേ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അവരെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഇനി പഴങ്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു തടിത്തവി അങ്ങനെ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. വെറുതെ ചോറ് വെള്ളത്തിലിടുന്നതിലും നല്ലത് നമ്മൾ ഫെർമെൻ്റ് ചെയ്ത ചോറ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴായാലും എല്ലാതും ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മാങ്ങ തൈരിലിട്ടത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസായിട്ട് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. നമുക്ക് എന്താണ് ഇഷ്ടം അത് ആഡ് ചെയ്യാം. ഞാനിവിടെ മുട്ട ഓംലേറ്റും അതുപോലെ ചാള വറുത്തതൊന്നും ഇതിലേക്ക് വേണ്ടിയിട്ടാക്കിയതല്ല, പൊതിച്ചോറിലേക്ക് വേണ്ടി ആക്കിയതാണ്. പക്ഷെ കഴിച്ചപ്പോൾ നമ്മളെല്ലാതും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ രണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ, ഒക്കെ സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. മീൻകറി പിന്നെ മിക്കതും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തലേദിവസം മീൻകറി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആ പണിയും എളുപ്പമായി. അതുപോലെ തലേദിവസം വെച്ച മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. വേണമെങ്കിൽ തലേദിവസം വെച്ച മീൻകറി ഉണ്ടെങ്കിൽ ഈ ചോറ് അതിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഇതായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പഴങ്കഞ്ഞിയുടെ കോമ്പിനേഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 2 ചുവന്നുള്ളിയും അതുപോലെ ഒരു മുളകും ഇട്ടിട്ടുണ്ട്. എനിക്ക് കാന്താരി മുളക് കിട്ടിയിട്ടില്ല, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. പക്ഷേ ഇത് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എരിവില്ല, പക്ഷെ നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പഴങ്കഞ്ഞി ട്രൈ ചെയ്യുന്നത്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമുള്ള സംഭവമല്ല ഈ കഞ്ഞി ടൈപ്പ് സംഭവങ്ങളൊന്നും. അതായത് ഞാൻ കഞ്ഞിയും കുടിക്കാറില്ല പഴങ്കഞ്ഞിയും കുടിക്കാറില്ല. എനിക്കെന്തോ പണ്ടോട്ടേ ഇഷ്ടമല്ല. പക്ഷേ ഇന്നിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ എൻ്റെ പോലെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.